അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് നടന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരമായിരുന്നു. ആദ്യം ബാറ്റ് കയറിയ പാകിസ്ഥാൻ 241 റൺസാണ് 10 വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാന് സ്വന്തമാക്കാനായത്. പാകിസ്ഥാനിൽ കളിച്ച ഷക്കീലാണ്. ഷക്കീൽ 62 റൺസ് സ്വന്തമാക്കി. ബാബർ അസം 23 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാനായത്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ബോളിങ്ങിൽ തിളങ്ങിയത് ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ്, അതുപോലെ തന്നെ കുൽദീപ് യാദവ് 3 വിക്കറ്റ് സ്വന്തമാക്കി. ജഡേജയ്ക്കും അതുപോലെ തന്നെ അക്ഷറിനും ഓരോ വിക്കറ്റ്, ഹർഷിത് റാണയ്ക്കും 1 വിക്കറ്റാണ് സ്വന്തമാക്കാനായത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഗില്ലും തുടങ്ങി. പക്ഷേ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് 20 റൺസിൽ രോഹിത് ശർമ്മേനെ ഔട്ടാക്കി. പിന്നീട് ഗില്ലും കോഹ്ലിയും കൂടി അടിച്ച് കളിക്കുന്ന ഒരു കളി നമുക്ക് കാണാൻ സാധിച്ചു. ഗില്ല് 46 റൺസ് സ്വന്തമാക്കി. അതുപോലെ തന്നെ കോഹ്ലിയും പിന്നെ ശ്രേയസ് അയ്യരും കൂടിയാണ് അടുത്ത ഒരു പാർട്ണർഷിപ്പ് കെട്ടിപ്പടുത്തത്. കോഹ്ലിക്ക് അവസാന നിമിഷത്തിൽ സെഞ്ചുറി അടിക്കാനും സാധിച്ചു. അവസാന ബോളിൽ കളി ജയിപ്പിച്ചു. സെഞ്ചുറി അടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 4 അടിച്ച് കളി ജയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയും കുറിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ശ്രേയസ് അയ്യർ 56 റൺസ് കോഹ്ലിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. കോഹ്ലിയുടെയും അതുപോലെ തന്നെ ശ്രേയസ് അയ്യരുടെയും നല്ലൊരു ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിച്ചു. കോഹ്ലി അവസാനം വരെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോം തിരിച്ചു വേണ്ടുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. നല്ലൊരു ബാറ്റിംഗ് തന്നെ ഇന്ത്യൻ നിരയിൽ കാണാൻ സാധിച്ചു. ഇന്ത്യക്ക് 244 റൺസ് 42.3 ഓവറിൽ ഇന്ത്യ കളി ജയിച്ചു. 6 വിക്കറ്റിൻ്റെ വിജയമാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിനകത്ത് പാകിസ്ഥാനെ തോൽപ്പിച്ച് സ്വന്തമാക്കി. അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് കരുത്തരായ ന്യൂസിലൻഡും ബംഗ്ലാദേശുമാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരം ജയിച്ചാണ് ന്യൂസിലൻഡ് അടുത്ത മത്സരത്തിനകത്ത് ഈ ഒരു മത്സരത്തിനകത്ത് വരുന്നത്. ബംഗ്ലാദേശ് ആണെങ്കിൽ കഴിഞ്ഞ മത്സരം തോൽവിയാണ് അവർക്ക് ആദ്യ മത്സരം സമ്മാനിച്ചത്.